Myself Shahir, I am teaching biology, Srinivasan Masters Academy of Excellence, Parappanpoil. Today we are going to deal digestion and absorption. Okay, നമുക്ക് digestion and absorption എന്ന് പറയുന്ന പാർട്ട് ഒന്ന് നോക്കാം. ഡൈജഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് ഇൻ ടു സിമ്പിൾ ആൻഡ് അബ്സോർബിൾ ഫോം. കോംപ്ലക്സ് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ സിമ്പിൾ ആക്കുകയും അബ്സോർബിൾ ഫോമിലേക്ക് ആക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൈജഷൻ എന്ന് പറയാം. കോംപ്ലക്സ് ഫുഡിനെ സിമ്പിൾ ആക്കുന്നു, അതുപോലെ തന്നെ അബ്സോർബിൾ ഫോമിലേക്ക് ആക്കുന്നതിനെയാണ് ഡൈജഷൻ എന്ന് പറയാം. ഒരു ഉദാഹരണം പറയട്ടെ. കാർബോഹൈഡ്രേറ്റ് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് സബ്സ്റ്റൻസ് ആണ്. ഈ കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് അതിന് സിമ്പിളായിട്ടുള്ള ഗ്ലൂക്കോസ് ആകുന്നത് വരെ അത് കൺവേർട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ശരീരത്തിലെ സെല്ലുകൾ ഇത് അബ്സോർബ് ചെയ്യുള്ളൂ. ഇനി അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് പ്രൊഡക്റ്റുകളായാൽ തന്നെ അത് അബ്സോർബ് ചെയ്യില്ല. എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ഒരു പോളിസാക്കറൈഡാണ്. അതൊരു ഡൈസാക്കറൈഡ് ആയിട്ടുള്ള മാൾട്ടോസ് എന്ന രൂപത്തിലേക്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് അബ്സോർപ്ഷൻ നടക്കില്ല. അപ്പോൾ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ process of conversion of complex food into simple and absorbable form. Okay, example, carbohydrate should convert it into glucose. Glucose is the simplest form. അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ നോക്കാം. പ്രോട്ടീൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ് അമിനോ ആസിഡ് എന്ന് പറയുന്നത്. ഈ രൂപത്തിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. സോ പ്രോട്ടീൻ should convert into amino acid, then only they will get absorbed. അമിനോ ആസിഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് അബ്സോർബ് ചെയ്യുള്ളൂ. ഇനി അതുപോലെ തന്നെ ഫാറ്റ് എന്ന് പറയുന്നത്, ഫാറ്റ് സിംപ്ലസ്റ്റ് ഫോമാണ് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ എന്ന് പറയും. ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയിട്ടുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. അപ്പോൾ ഫുഡ് മെറ്റീരിയൽസുകൾ അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അബ്സോർപ്ഷൻ നടക്കുള്ളൂ എന്ന് ചുരുക്കം. ഇനി നമുക്ക് ഡൈജഷൻ സഹായിക്കുന്ന അവയവങ്ങളെക്കുറിച്ച് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ സീ elementary canals, parts of elementary canal. Elementary canalന്റെ പാർട്സുകളാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മൗത്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം ഫാരിങ്സ് ആണ്. ഫാരിങ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഈസോഫേഗസ് പിന്നെ ഓപ്പൺ ആകുന്നത് ഒരു സാക്ക് ലൈക്ക് സ്ട്രക്ചർ, ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെ നമ്മൾ സ്റ്റൊമക്ക് എന്ന് പറയുന്നു. സ്റ്റൊമക്കിൽ നിന്ന് പിന്നെ വരുന്ന ഭാഗമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. Okay, this is small intestine, then small intestine leads into large intestine. This is small intestine, then small intestine leads to large intestine. Large intestine കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗമാണ് this is large intestine. So you can see this is large intestine. Large intestine leads to anus. അപ്പോൾ ഇത്രയാണ് ഡൈജഷന് സഹായിക്കുന്ന അവയവങ്ങൾ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആക്കുക, പ്രോട്ടീൻ അമിനോ ആസിഡ് ആക്കുക, ഫാറ്റി ആസിഡും ഗ്ലിസറോൾ ആക്കുക. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സിന് സഹായിക്കുന്ന അവയവങ്ങളാണ് ഇവയെല്ലാം. ഒന്ന് മൗത്ത്, ഫസ്റ്റ് ഭാഗമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് മൗത്ത് എന്ന് പറയുന്നു. രണ്ടാമത്തത് ഫാരിങ്സ് എന്ന് പറയുന്നു. മൂന്നാമത്തത് ഈസോഫേഗസ് എന്ന് പറയുന്നു, ഈസോഫേഗസ്. പിന്നെ വരുന്ന ഭാഗം സ്റ്റൊമക്കാണ്. പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, anus. This is small intestine, large intestine and anus. Small intestine, large intestine, and the last it is anus. So these are all the parts of digestive system. Digestive systemത്തിന്റെ പാർട്സുകളാണ് ഇവയെല്ലാം. ഇനി നമുക്ക് അടുത്ത ഒരു സിസ്റ്റത്തിലേക്ക് നോക്കാം. അടുത്തൊരു സിസ്റ്റമാണ് റെസ്പിറേറ്ററി സിസ്റ്റം. Next one is respiratory system. Respiratory system.
റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങളാണ്. രണ്ട് ഭാഗങ്ങളാണ് റെസ്പിറേറ്ററി സിസ്റ്റത്തിന് ഉണ്ടാവുക. ഒന്ന് കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറയും, മറ്റൊന്ന് എക്സ്ചേഞ്ചിങ് പാർട്ട് എന്ന് പറയും. കണ്ടക്റ്റിംഗ് പാർട്ടും ഉണ്ട്, എക്സ്ചേഞ്ചിങ് പാർട്ടും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ സീ കണ്ടക്റ്റിംഗ് പാർട്ട്. കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ നോസ്ട്രിൽസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം ഫാരിങ്സ് ആണ്. ഫാരിങ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം ട്രക്കിയ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭാഗം ബ്രോങ്കൈ. അപ്പോൾ നോക്കാം, ഞാൻ ഒന്നും കൂടെ പറയാം. ഫസ്റ്റ് പോർഷനാണ് നോസ്ട്രിൽസ് എന്ന് പറയും, നോസ്ട്രിൽസ്. പിന്നെ വരുന്നത് ഫാരിങ്സ്, പിന്നെ വരുന്നത് ട്രക്കിയ. ദിസ് ഈസ് ട്രക്കിയ കഴിഞ്ഞാൽ പിന്നത്തെ ഫസ്റ്റ് ഡിവിഷനാണ് ബ്രോങ്കൈ എന്ന് പറയുന്നു. ബ്രോങ്കൈ പിന്നെ ഡിവൈഡ് ചെയ്യുന്നതിനാണ് ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നു. ഈ ബ്രോങ്കൈ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബ്രോങ്കൈ എൻ്റർ ചെയ്യുന്ന ലങ്സിലേക്കാണ്. എ പെയർ ഓഫ് ലങ് ഇസ് ദർ, എ പെയർ ഓഫ് ലങ്സ്. ബ്രോങ്കൈ ഡിവൈഡ് ചെയ്തിട്ടുള്ള പറയുന്നതാണ് ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നു. ഓക്കെ, ബ്രോങ്കിയോൾസ് ഡിവൈഡ് ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി ദേ ഫോം എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് ആൽവിയോളെ. ഒരു ബലൂൺ പോലെയുള്ള സ്ട്രക്ചേഴ്സ് എയർ ഫിൽഡ് സാക്കായിട്ട് മാറും. ഇതിന് പറയുന്ന പേരാണ് ആൽവിയോളൈ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ നോക്കി, റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ പാർട്സുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് കണ്ടക്റ്റിംഗ് പാർട്ട് മീൻസ് ട്രാൻസ്പോർട്ടിംഗ് പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. എയർ കൊണ്ടുപോകുന്ന ഭാഗത്തിനെയാണ് നമ്മൾ കണ്ടക്റ്റിംഗ് പാർട്ട് എന്ന് പറയാം, കണ്ടക്റ്റിംഗ് പാർട്ട്. പിന്നെ ഒന്ന് എക്സ്ചേഞ്ചിങ് പാർട്ടാണ് ആൽവിയോളൈ എന്ന് പറയുന്നത്. ദിസ് ഈസ് എക്സ്ചേഞ്ചിങ് പാർട്ട്. അപ്പോൾ രണ്ട് ഭാഗമുണ്ട്, കണ്ടക്റ്റിംഗ് പാർട്ടും ഉണ്ട്, എക്സ്ചേഞ്ചിങ് പാർട്ടും ഉണ്ട്. എന്താണ് കണ്ടക്റ്റിംഗ് പാർട്ട്? അതായത് നോസ്ട്രിൽസ്, ഫാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ. ബ്രോങ്കൈ കഴിഞ്ഞാൽ ഇതാണ് ബ്രോങ്കൈ എന്ന് പറയുന്നത്. ബ്രോങ്കൈ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നു, ബ്രോങ്കിയോൾസ്. പിന്നെ വരുന്ന ആൽവിയോളൈ. ഓക്കെ, ഇനി ഈ രണ്ട് ഇതിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ബ്രോങ്കിയോൾസ് അടങ്ങുന്ന ഈ ഒരു കോമ്പോസിഷന് പറയുന്ന പേരാണ് ലങ്സ് എന്ന് പറയും. ലങ്സ് എന്നാണ് പറയാം. ബ്രോങ്കിയോൾസുകളും ആൽവിയോളയും ഉള്ളത് ലങ്സിലാണ്. ലങ്സിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഡബിൾ ലെയറുള്ള മെംബ്രെയിൻ ഉണ്ട്. ഈ മെംബ്രെയിന് പറയുന്ന പേരാണ് പ്ലൂറ എന്നാണ് പറയാം. ലങ്സിനെ കവർ ചെയ്തിരിക്കുന്ന ഡബിൾ ലെയറുള്ള മെംബ്രെയിന് പറയുന്ന പേരാണ് പ്ലൂറ എന്നാണ് പറയാം. അപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കണ്ടക്റ്റിംഗ് പാർട്ടും ഉണ്ട്, എക്സ്ചേഞ്ചിങ് പാർട്ടും ഉണ്ട്. കണ്ടക്റ്റിംഗ് പാർട്ട് നോസ്ട്രിൽസ്, ഫാരിങ്സ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ് എന്ന് പറയുന്നു. ആൽവിയോളൈ എന്ന് പറയുന്നത് ഇവിടെയാണ് എക്സ്ചേഞ്ചിങ് പാർട്ട്. എന്താണ് എക്സ്ചേഞ്ചിങ് പാർട്ട് എന്ന് പറയുന്നത്? ഓക്സിജൻ അങ്ങോട്ട് കൊടുക്കുന്നു, കാർബൺ ഡയോക്സൈഡ് ഇങ്ങോട്ട് മേടിക്കുന്നു. ഇതാണ് എക്സ്ചേഞ്ചിങ് പാർട്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ ഇത്രയാണ്. അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ സർക്കുലേറ്ററി സിസ്റ്റമാണ്. നെക്സ്റ്റ് വൺ ഈസ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റം ഹ്യൂമൻ ബീങ്സിന് 4 ചാമ്പർ ഉള്ള ഹാർട്ടാണ് ഉണ്ടാവുക. 4 ചാമ്പേർഡ് മസ്കുലർ ഹാർട്ട്. മസിൽ കൊണ്ടുള്ള 4 ചാമ്പറുള്ള ഒരു അവയവമാണ് ഹ്യൂമൻ ബീങ്സിന് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, ഇതിൽ 4 ചാമ്പറിൽ അപ്പർ 2 ചാമ്പേഴ്സിന് പറയുന്ന പേര് ഓറിക്കിൾ അല്ലെങ്കിൽ ആട്രിയ എന്ന് പറയും. ലോവർ 2 ചാമ്പേഴ്സിന് പറയുന്ന പേര് വെൻട്രിക്കിൾ എന്നാണ് പറയാം. നമുക്ക് നോക്കാം, സ്ട്രക്ചർ ഒന്ന് നോക്കാം. ദിസ് ഇസ് സ്ട്രക്ചർ ഓഫ് ഹാർട്ട്. ഇത് ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് ഹാർട്ടിൻ്റെ. ഇതിൽ 4 ചാമ്പറുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതിന് പറയുന്ന പേരാണ് റൈറ്റ് ആട്രിയ, ദിസ് ഈസ് റൈറ്റ് വെൻട്രിക്കിൾ, ദിസ് ഈസ് ലെഫ്റ്റ് ആട്രിയ, ദിസ് ഈസ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. റൈറ്റ് ആട്രിയ, ലെഫ്റ്റ് ആട്രിയ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇങ്ങനെ 4 ചാമ്പറുകളാണ് ഹാർട്ടിനുണ്ടാവുക. എന്താണ് ആട്രിയവും വെൻട്രിക്കിളും തമ്മിലുള്ള മാറ്റം? ഓക്കെ, ആട്രിയ എന്ന് പറയുന്നത്, വെൻട്രിക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം അപ്പർ 2 ചാമ്പേഴ്സ് ആണ് ആട്രിയ, ലോവർ 2 ചാമ്പേഴ്സ് ആണ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും, ഇതിന് പറയുന്ന പേര് പൾമോണറി ആർട്ടറി എന്നാണ്, ഇതിന് പറയുന്ന പേര് അയോർട്ട എന്നാണ്. പിന്നെ വെയിൻ, ഈ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കാണുന്ന ബ്ലഡ് വെസൽസുകളാണ് ആർട്ടറി, വെയിൻ. അപ്പോൾ ഈ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ എന്തായാലും ഹാർട്ട് മാത്രമല്ല,
അതിനോടനുബന്ധിച്ചിട്ടുള്ള ബ്ലഡ് വെസൽസുകളെയും കൂടെ നമ്മൾ സിസ്റ്റം എന്ന് പറയും. ഒന്ന് ആർട്ടറി, ബ്ലഡ് വെസൽസുകൾ. ഒരു ബ്ലഡ് വെസലാണ് ആർട്ടറി എന്ന് പറയാം. ആർട്ടറി എന്ന് പറഞ്ഞാൽ ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്നവരാണ് ആർട്ടറി എന്ന് പറയാം, വിച്ച് ക്യാരി ബ്ലഡ് എവേ ഫ്രം ദ ഹാർട്ട്. ചിലർ പറയാറുണ്ട്, ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ആർട്ടറി എന്ന് പറഞ്ഞാൽ അത് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്നതാണെന്ന്. അല്ല, ആർട്ടറി എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാരി ബ്ലഡ് എവേ ഫ്രം ദ ഹാർട്ട്, ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്നവരാണ് ആർട്ടറി എന്ന് പറയുക. രണ്ടാമത്തത് വെയിൻ എന്ന് പറയുന്നു. വെയിൻ എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാരി ബ്ലഡ് ടുവാർഡ്സ് ദ ഹാർട്ട്, ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നവരാണ് വെയിൻ എന്ന് പറയാം. അപ്പോൾ ആർട്ടറി മീൻസ് വിച്ച് ക്യാരി ബ്ലഡ് എവേ ഫ്രം ദ ഹാർട്ട്, വെയിൻ എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാരി ബ്ലഡ് ടുവാർഡ്സ് ദ ഹാർട്ട്. ഇനി നമുക്ക് ഈ റൈറ്റ് ആർട്ടറിയും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഓപ്പൺ ആകുന്നതിൻ്റെ അവിടെ നമുക്ക് കാണാൻ പറ്റും 3 കപ്പുള്ള ഒരു വാൾവ് ഉണ്ടാവും. ദിസ് ഈസ് നോൺ ആസ് ട്രൈകസ്പിഡ് വാൾവ്. റൈറ്റ് ആർട്ടറി റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ഓപ്പൺ ആകുന്നതിൻ്റെ അവിടെയുള്ള വാൾവിന് പറയുന്ന പേരാണ്, ഞാനിവിടെ എഴുതാം, ട്രൈകസ്പിഡ് വാൾവ് എന്നാണ് പറയാം, ട്രൈകസ്പിഡ് വാൾവ്. ഇനി അതുപോലെ തന്നെ ലെഫ്റ്റ് ആർട്ടറി ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ഓപ്പൺ ആകുന്നതിൻ്റെ അവിടെ ഒരു വാൾവ് ഉണ്ട്, അതിനെ നമ്മൾ ബൈകസ്പിഡ് വാൾവ് എന്നാണ് പറയാം. ബൈകസ്പിഡ്, അതേപോലെ തന്നെ മിട്രൽ വാൾവ് എന്നാണ് പറയാം. ബൈകസ്പിഡ്, അതേപോലെ തന്നെ മിട്രൽ വാൾവ് എന്ന് പറയും. ഇനി റൈറ്റ് വെൻട്രിക്കിൾ, ദിസ് ഈസ് റൈറ്റ് വെൻട്രിക്കിൾ. റൈറ്റ് വെൻട്രിക്കിൾ നമുക്ക് കാണാൻ പറ്റും, ദിസ് ഈസ് പൾമോണറി ആർട്ടറി. റൈറ്റ് വെൻട്രിക്കിൾ പൾമോണറി ആർട്ടറിയിലേക്ക് ഓപ്പൺ ആകുന്ന അവിടെ 3 സെമി ലൂണാർ വാൾവുകളുണ്ട്. ഇതിന് നമ്മൾ പറയുന്നു സെമി ലൂണാർ വാൾവ് എന്ന് പറയും. ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോർട്ടയിലേക്ക് ഓപ്പൺ ആകുന്നതിന് അവിടെയുമുണ്ട് സെമി ലൂണാർ വാൾവ്. സോ ഒരു പെയർ സെമി ലൂണാർ വാൾവുകൾ നമുക്ക് കാണാൻ പറ്റും, സെമി ലൂണാർ വാൾവ്. ഓക്കെ, അതായത് റൈറ്റ് വെൻട്രിക്കിൾ പൾമോണറി ആർട്ടറിയിലേക്ക് ഓപ്പൺ ആകുന്നതിൻ്റെ അവിടെയുള്ളത് സെമി ലൂണാർ വാൾവാണ്. ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോർട്ടയിലേക്ക് ഓപ്പൺ ആകുന്നതിൻ്റെ അവിടെയും സെമി ലൂണാർ വാൾവ് കാണാം. അപ്പോൾ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നവർ വെയിനാണ്, ഹാർട്ടിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്നവർ ആർട്ടറിയുമാണ്. ഇനി ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്ന ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ, തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു ലങ്സിനെ കവർ ചെയ്തിരിക്കുന്ന ഡബിൾ ലെയേർഡ് മെംബ്രെയിന് പറയുന്ന പേരാണ് പ്ലൂറ എന്ന് പറഞ്ഞ പോലെ ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്ന ഡബിൾ ലെയേർഡ് മെംബ്രെയിന് പറയുന്ന പേരാണ് പെരികാർഡിയം എന്നാണ് പറയാം. പെരികാർഡിയം എന്നാണ് പറയുക. ഹാർട്ടിനെ കവർ ചെയ്തിരിക്കുന്ന ഡബിൾ ലെയേർഡ് മെംബ്രെയിന് പറയുന്ന പേരാണ് പെരികാർഡിയം എന്ന് പറയും. എക്സ്ക്രീറ്ററി സിസ്റ്റം. ഇനി നമുക്ക് എക്സ്ക്രീറ്ററി സിസ്റ്റം എന്താണെന്ന് നോക്കാം. നമുക്കറിയാവുന്നതാണ്, നമ്മളൊരു ഫുഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ അതിൽ നിന്നൊരു യൂസ്ഫുൾ കോമ്പോണൻറ്റ് ഉണ്ടാകുന്നുണ്ട്, അതിൽ നിന്നൊരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാവുന്ന പോലെ നമുക്കറിയാം, ഏതൊരു ഇപ്പോൾ വെഹിക്കിളിലാണെങ്കിലും നമ്മൾ ഫ്യൂവലിൻ്റെ കമ്പഷൻ നടക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കോമ്പോണൻ്റ് ആണ് എനർജി എന്ന് പറയാം. അതിൻ്റെ ഹീറ്റ് എനർജി എന്ന് പറയാം. അതിൻ്റെ ഫലമായിട്ടാണ് വാഹനം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്നൊരു ബൈ പ്രൊഡക്റ്റാണ് സ്മോക്ക്, പുക എന്ന് പറയാം. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം നടക്കുമ്പോൾ അവിടെ കുറേ വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ വേസ്റ്റ് ബോഡി കിടക്കാൻ പാടില്ല, ഇത് എലിമിനേറ്റ് ചെയ്ത് പോകണം. ആ ഒരു എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവയവങ്ങൾക്കാണ് നമ്മൾ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയാം. സോ നെക്സ്റ്റ് വൺ, എക്സ്ക്രീറ്ററി സിസ്റ്റം. എക്സ്ക്രീറ്ററി സിസ്റ്റം. എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക ഒരു പെയർ കിഡ്നി, ഒരു പെയർ യൂറീറ്റർ, എ യൂറിനറി ബ്ലാഡർ ആൻഡ് എ യൂറീത്ര. ലെറ്റ് us see that. ഒരു പെയർ കിഡ്നി, ദിസ് ഈസ് കിഡ്നി, ദിസ് ഈസ് യൂറീറ്റർ, ഇത് യൂറീറ്റർ ആണ്. ഇനി ഇതിൽ നിന്ന് പിന്നെ വരുന്നതാണ് യൂറിനറി ബ്ലാഡർ, പിന്നെ വരുന്ന യൂറീത്ര. സോ സ്ട്രക്ചർ ഓഫ് കിഡ്നി, യൂറീറ്റർ, യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറീത്ര. കിഡ്നി എന്ന് പറഞ്ഞാൽ ഒരു റെഡിഷ് ബ്രൗൺ കളറിലുള്ള ഒരു സ്ട്രക്ചറാണ് കിഡ്നി എന്ന് പറയാം. ഓക്കെ, കിഡ്നി എന്ന് പറയുന്നത് ഒരു ബീൻ ഷേപ്പ് സ്ട്രക്ചറാണ്. ഇനി ഈ കിഡ്നിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഇന്നർ കോൺകേവ് സർഫസിൽ, കിഡ്നിയുടെ ഇന്നർ കോൺകേവ് സർഫസിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഴിയാണ് കാണാൻ പറ്റുക. ഈ കുഴിക്ക് പറയുന്ന പേരാണ് ഹൈലം എന്നാണ് പറയാം. ഇന്നർ കോൺകേവ് സർഫസ് ഓഫ് ദ കിഡ്നി ഈസ് നോൺ ആസ് ഹൈലം. ഇതിലൂടെയാണ് യൂറീറ്റർ പുറത്തേക്ക് വരിക. യൂറീറ്റർ, ഈ യൂറിൻ കൊണ്ടുവരുന്ന ട്യൂബാണ് യൂറീറ്റർ എന്ന് പറയാം. യൂറീറ്റർ പുറത്തേക്ക് വരുന്ന ഹൈലത്തിലൂടെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയാണ് ബ്ലഡ് വെസൽസുകൾ ഉണ്ടാവുക. ഞാനിപ്പോൾ ഒരു ലൈൻ മാത്രമേ ഇവിടെ വരയ്ക്കുന്നുള്ളൂ. ബ്ലഡ് വെസൽസ്, അതുപോലെ തന്നെ ലിംഫ് വെസൽസുകൾ, നെർവ്സുകൾ ഒക്കെ എൻ്റർ ചെയ്യുന്നത് ഈ ഹൈലത്തിലൂടെയാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് ഒരു പെയർ കിഡ്നി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എയ്തർ സൈഡ് ഓഫ് അവർ വെർട്ടിബ്രൽ കോളം, നമ്മുടെ നട്ടെല്ലിൻ്റെ 2 സൈഡുകളിലായിട്ടാണ് ഈ കിഡ്നി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിഡ്നിയിൽ ഈ ഒരു സ്ട്രക്ചറും ഫങ്ഷനും കൊടുക്കുന്ന യൂണിറ്റ്, അതായത് യൂറിൻ ഫോർമേഷൻ ഉണ്ടാക്കുന്ന ഒരു അവയവമാണ് നെഫ്രോൺ എന്ന് പറയാം. കിഡ്നി കൺസിസ്റ്റ് ഓഫ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് നോൺ ആസ് നെഫ്രോൺ. കിഡ്നിക്ക് സ്ട്രക്ചർ കൊടുക്കുന്നതും ഫങ്ഷൻ കൊടുക്കുന്നതുമായിട്ടുള്ള യൂണിറ്റ് ഉണ്ട്, അതിന് പറയുന്ന പേരാണ് നെഫ്രോൺ എന്നാണ് പറയാം. ഈ നെഫ്രോണുകൾക്ക് നമുക്ക് കാണാൻ പറ്റുന്ന, നെഫ്രോണിൽ 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഗ്ലോമറൂളസ് എന്ന് പറയുന്നതും പിന്നെ അതുപോലെ തന്നെ റീനൽ ട്യൂബ്യൂൾ എന്ന് പറയുന്ന ഭാഗവുമുണ്ട്. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം.
ഇപ്പം നമുക്കിനി അടുത്ത ഭാഗം, ഈ കിഡ്നിയിൽ നിന്ന് യൂറിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്ന ഭാഗമാണ് യുറീറ്റർ എന്ന് പറയാം. യുറീറ്റർ ട്യൂബാണ് യുറീറ്റർ എന്ന് പറയുന്നത്. ഇനി യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ബാഗാണ് യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത്. യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിൽ നിന്ന് യൂറിൻ പുറത്തേക്ക് പോകുന്ന ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് യുറീത്ര. ഓക്കെ, സോ നമ്മൾ ഒരു പെയർ കിഡ്നി, ഒരു പെയർ യുറീറ്റർ, എ യൂറിനറി ബ്ലാഡർ ആൻഡ് എ യുറീത്ര. ഇവിടെ റിസർവോയർ ഓഫ് യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ബാഗാണ് യൂറിനറി ബ്ലാഡർ എന്ന് പറയുന്നത്. So far we had completed excretory system. Excretory system consists of a pair of kidney, a pair of ureter, a urinary bladder and a urethra. Skeletal system. അടുത്തൊരു സിസ്റ്റം നമുക്ക് നോക്കാവുന്നത് skeletal system ആണ്. Skeletal system. Skeletal system. ഒരു ഹ്യൂമൻ ബോഡിയിൽ, ഒരു അഡൽട്ട് ഹ്യൂമൻ ബോഡിയിൽ 206 ബോൺസും ഉണ്ടാകും. അതിനോടൊപ്പം കുറച്ച് കാർട്ടിലേജും കൂടെ ചേരുന്നതാണ് skeletal system എന്ന് പറയാം. സോ skeletal system means it consists of 206 bones, 206 എല്ലുകൾ, അതോടൊപ്പം തന്നെ ഫ്യൂ കാർട്ടിലേജ്, കുറച്ച് കാർട്ടിലേജും കൂടെ ചേരുന്നതാണ് skeletal system എന്ന് പറയാം. ഫ്യൂ കാർട്ടിലേജ്. ഇനി ഈ ബോൺ എന്ന് പറഞ്ഞാൽ ഹാർഡായിട്ടുള്ളൊരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഹാർഡ് കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് നമ്മൾ ബോൺ എന്ന് പറയാം. ഓക്കെ, കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ കണക്റ്റീവ് ടിഷ്യൂവിനെയാണ് നമ്മൾ കാർട്ടിലേജ് എന്നും പറയാം. അപ്പോൾ 206 ബോൺസ് ആൻഡ് ഫ്യൂ കാർട്ടിലേജ് ഈസ് നോൺ ആസ് skeletal system. ദെൻ നമ്മൾ skeletal system നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് ആക്സിയൽ സ്കെലിറ്റൺ, മറ്റൊന്ന് അപ്പൻഡിക്കുലാർ സ്കെലിറ്റൺ എന്നിങ്ങനെയും പറയും. ആക്സിയൽ സ്കെലിറ്റൺ ഉണ്ട്, മറ്റൊന്ന് അപ്പൻഡിക്കുലാർ സ്കെലിറ്റൺ എന്ന് പറയും. എന്താണ് ആക്സിയൽ സ്കെലിറ്റൺ? ആക്സിയൽ സ്കെലിറ്റൺ മീൻസ് ദ ബോൺസ് ദാറ്റ് പാസസ് ത്രൂ സെൻട്രൽ ആക്സിസ് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന് നടുവിലൂടെ കടന്നു പോകുന്ന ബോണുകളെയാണ് നമ്മൾ ആക്സിയൽ സ്കെലിറ്റൺ എന്ന് പറയുക. ദ ബോൺസ് ദാറ്റ് പാസസ് ത്രൂ സെൻട്രൽ ആക്സിസ് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന് നടുവിലൂടെ കടന്നു പോകുന്ന ബോണുകളെയാണ് നമ്മൾ ആക്സിയൽ സ്കെലിറ്റൺ എന്ന് പറയുക. ഏതൊക്കെയാണ് ആ ബോണുകൾ എന്ന് നോക്കാം. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ സി സ്കൾ എന്ന് പറയുന്നു, സ്കൾ. പിന്നെ ഒന്ന് ഇയർ ഓസിക്കിൾസ്, നമ്മുടെ ചെവിയിലുള്ള ബോണിനെയാണ് ഇയർ ഓസിക്കിൾസ് എന്ന് പറയാം. സ്കൾ എന്ന് പറഞ്ഞാൽ തലയോട്ടി എന്ന് പറയും, ഇയർ ഓസിക്കിൾ എന്ന് പറഞ്ഞാൽ ചെവിയിലുള്ള എല്ലുകളെ പറയുന്നു. പിന്നെ ഒന്ന് ഇയർ ഓസിക്കിൾസ് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ഹയോയിഡ് ബോൺ, കഴുത്തിലുള്ള ഒരു എല്ലാണ് ഹയോയിഡ് ബോൺ. നാലാമത്തെ നമുക്ക് പറയാം ഹയോയിഡ് ബോൺ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സ്റ്റെർണമാണ്, സ്റ്റേർണം എന്ന് പറയും. പിന്നെ റിബ്സ്, വെർട്ടീബ്രൽ കോളം, റിബ്സ്. അതുപോലെ പിന്നെ ഒന്നുള്ളത് വെർട്ടീബ്രൽ കോളമാണ്, വെർട്ടീബ്രൽ കോളം. സോ ഇത് നമ്പേഴ്സ് ഒന്ന് പറയാം. ടോട്ടൽ ആക്സിയൽ സ്കെലിറ്റൻ്റെ ബോൺ എന്ന് പറഞ്ഞാൽ 80 ബോൺസ് ആണ്. ആക്സിയൽ സ്കെലിറ്റനിൽ 80 ബോണുകളാണ് ഉണ്ടാവുക. അതിൽ സ്കള്ളിൽ 22, ഇയർ ഓസിക്കിൾസ് 6, ഒരു ചെവിയിൽ 3 എണ്ണം, മറ്റേ ചെവിയിൽ 3 എണ്ണം. ഹയോയിഡ് ബോൺ 1 ഇൻ നമ്പർ. ഒരു ഹയോയിഡ് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ നാക്ക് റെസ്റ്റ് ചെയ്യുന്നത് ഹയോയിഡ് ബോണിലാണ്. പിന്നെ സ്റ്റേർണം, നമ്മുടെ ബ്രസ്റ്റ് ബോൺ എന്ന് പറയും, സെൻട്രൽ കാണുന്ന ഒരു ബോണാണ് സ്റ്റേർണം എന്ന് പറയുക. സ്റ്റേർണം എന്ന് പറയുന്നത് 1 ഇൻ നമ്പർ. ദെൻ റിബ്സ് 24, 24 ബോണുകളാണ് റിബ്സിലുണ്ടാവാം. പിന്നെ അതേപോലെ തന്നെ വെർട്ടിബ്രൽ കോളം 26. സോ ടോട്ടൽ 80 ബോൺസ് ആർ ദർ. 80 ബോണുകൾ ഇങ്ങനെ വരും. എന്നിട്ട് നമുക്ക് അപ്പൻഡിക്കുലാർ സ്കെലിറ്റൺ, ഈ ആക്സിയൽ സ്കെലിറ്റണിൽ നിന്ന് വരുന്നതാണ് അപ്പൻഡിക്കുലാർ സ്കെലിറ്റൺ എന്ന് പറയാം. നമുക്ക് അവിടെ കാണാൻ കഴിയുക ഷോൾഡർ ബോണുകളുണ്ട്. ഷോൾഡർ ബോൺ എന്ന് പറഞ്ഞാൽ ക്ലാവിക്കിൾ, സ്കാപ്പുള എന്ന് പറയും. ക്ലാവിക്കിൾ 2 എണ്ണം, അതുപോലെ തന്നെ സ്കാപ്പുള 2 എണ്ണവും. ക്ലാവിക്കിൾ 2, ദെൻ സ്കാപ്പുള 2. ക്ലാവിക്കിൾ 2, സ്കാപ്പുള 2. പിന്നെ നമുക്ക് കാണാൻ കഴിയുക ഈ ബോണുകളാണ്. ഇതിനെ നമ്മൾ അപ്പർ ലിംസ് എന്ന് പറയും. ഒരു കയ്യിൽ 30 എല്ലുകളാണ് ഉണ്ടാവുക. അപ്പോൾ 2 കയ്യിലും കൂടെ നമുക്ക് 60 എല്ലുകൾ ഉണ്ടാവും. സോ അപ്പർ ലിംസ് 60, അപ്പർ ലിംസിൽ 60 ആണ്. ഓക്കെ, സോ ക്ലാവിക്കിൾ 2, സ്കാപ്പുള 2, അപ്പർ ലിംസ് 60. ഇനി നമുക്ക് കാണാൻ പറ്റുന്നത് പെൽവിക് ബോൺസ്, ഈ ഇടുപ്പല്ല് എന്ന് പറയും. ഇടുപ്പല്ലുകൾ ടോട്ടൽ വരുന്ന 2 ഇടുപ്പല്ലുകളാണുള്ളത്. അതിനെ ഹിപ്പ് ബോൺസ് എന്ന് പറയുന്നു. ഹിപ്പ് ബോൺ ടോട്ടൽ 2 ഇൻ നമ്പർ, 2 ഹിപ്പ് ബോണുകളാണുള്ളത്. ഇനി അതേപോലെ തന്നെ അല്ല നമുക്ക് ലോവർ ലിംസിലും വരുന്നത് 30 + 30, സോ ടോട്ടൽ 60 ഇൻ നമ്പർ. സോ ലോവർ ലിംസ് 60. ഇപ്പോൾ ടോട്ടൽ നമുക്ക് നമ്പർ ഓഫ് ബോൺസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 126 ബോൺസുകളാണ് അപ്പൻഡിക്കുലാർ സ്കെലിറ്റണിൽ വരിക. 126 bones are there. So skeletal system consists of total 206 bones are there and few cartilages. അതിൽ ബോൺസുകൾ എന്ന് പറഞ്ഞാൽ ആക്സിയൽ സ്കെലിറ്റൺ എന്നും അപ്പൻഡിക്കുലാർ സ്കെലിറ്റൺ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആക്സിയൽ സ്കെലിറ്റൺ നോക്കിക്കഴിഞ്ഞാൽ സ്കള്ളിൽ 22, ഇയർ ഓസിക്കിൾസിൽ 6 ചെവിയിൽ,
ഹയോയിഡ് ബോൺ നമ്മുടെ കഴുത്തിലാണ് കാണുക, അതായത് നമ്മുടെ നാക്ക് റെസ്റ്റ് ചെയ്യുന്നൊരു ഭാഗമാണ് ഹയോയിഡ് ബോൺ, 1 in number. സ്റ്റേർണം ഇറ്റ് ഈസ് 1 in number. ആൻഡ് റിബ്സ് 24, ദറ്റ് ഈസ് 12 പെയർ. നമ്മുടെ വാരിയെല്ലുകൾ 12 പെയറുകളാണ് ഉണ്ടാവുക, ടോട്ടൽ 24. വെർട്ടിബിൾ കോളം 26, നട്ടെല്ലുകൾ 26. അതുകൊണ്ട് ടോട്ടൽ നമുക്ക് കിട്ടുമ്പോൾ 80 ബോണുകളാണ് ഉണ്ടാവുക. ഇനി അപ്പൻഡിക്കുലർ സ്കേർട്ടൻ നോക്കുക. അപ്പൻഡിക്കുലർ സ്കേർട്ടനിൽ വരുന്നത് ഒന്ന് ഷോൾഡർ ബോണുകളാണ്. ഷോൾഡർ ബോണുകൾ വരുന്നത് ക്ലാവിക്കിളും സ്കാപ്പുളയുമാണ്, ടോട്ടൽ 4. ദെൻ അപ്പർ ലിംസ്, 2 കൈയിലും കൂടെ, ഒരു കൈയിൽ 30, മറ്റേ കൈയിൽ 30 എണ്ണം. ഹിപ്പ് ബോൺ, ഇടുപ്പ് എല്ല് എന്ന് പറയും, അവിടെ ടോട്ടൽ 2 ബോൺസ് ആർ ദർ. ഇനി അതുപോലെ തന്നെ ലോവർ ലിംസ്, കാലിന് പറയുന്ന പേരാണ് ലോവർ ലിംസ്. ഒരു കാലിൽ 30 എല്ലുകളാണ് ഉണ്ടാവുക. സോ ടോട്ടൽ 30 + 30, 60 ബോൺസ് ആർ ദർ. സോ ഫാർ വി ഹാവ് കംപ്ലീറ്റഡ് സ്കെൽറ്റൽ സിസ്റ്റം ഓൾസോ. ഇപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ടോപ്പിക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം ആൻഡ് അറ്റ് ലാസ്റ്റ് സ്കെൽറ്റൽ സിസ്റ്റം ഓൾസോ. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.